ഉള്ള സ്ത്രീകളെ അടക്കം പരാമർശിച്ചുകൊണ്ട് വളരെ ലൈംഗിക ചുവയോടുകൂടി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വന്നതോടുകൂടിയാണ് നമുക്കറിയാം ആശയ ചർച്ചകളൊക്കെ ഒരുപാട് കാലങ്ങളായി നടക്കുന്നത്. പക്ഷേ അതിൽ നിന്നും മാറി വളരെ വ്യക്തിപരമായി പരാമർശിക്കുകയും സ്ത്രീകളെ അടക്കം വീട്ടിലുള്ള സ്ത്രീകളെ അടക്കം പരാമർശിച്ചുകൊണ്ട് വളരെ ലൈംഗിക ചുവയോടുകൂടി അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്തതിൻ്റെ തുടർച്ചയായി അതിനുശേഷവും നടപടികൾ ഇതിൻ്റെ ഫോർവേഡിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനുശേഷവും 5ഓളം തവണ വീണ്ടും എൻ്റെ വീട്ടിലുള്ള സ്ത്രീകളെയും പൊതുവായി മുസ്ലിം സ്ത്രീകളെയും പരാമർശിച്ചുകൊണ്ട് വളരെ അധിക്ഷേപകരമായ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ആ നടപടി വൈകുന്നതിനെ തുടർന്ന് വീണ്ടും ഒരു പരാതി കൂടി DGPക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് ഫേസ്ബുക്കിൽ ആ ഒരു അധിക്ഷേപ പോസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ നടപടികൾ മന്ദഗതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്. 2 തവണ പരാതി നൽകി, പക്ഷേ കേസ് FIR രജിസ്റ്റർ ചെയ്തു. അതെ കണ്ണൂർ ചക്കരക്കല്ല് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യും എന്നുള്ളതായിരുന്നു സൈബർ ഹെഡിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം ഒരാഴ്ചയിലധികം കഴിഞ്ഞു. ഇപ്പോഴും കേസ് FIR ഫയൽ ചെയ്യുന്നിടത്ത് ഒരു ലാഗ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ നിന്നും ആ സ്ത്രീ വിരുദ്ധ പോസ്റ്റ് റിമൂവ് ചെയ്തു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള നിയമ നടപടികൾ കൂടി നമ്മൾ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ്.